ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കിത് നല്ല അടിപൊളി ഇടിഞ്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഇടിഞ്ചക്ക ഉപ്പേരി ഉണ്ടാക്കാം. അപ്പം അതിന് മുമ്പ് ഇത് നമ്മളുടെ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, നമ്മൾ ഇതൊക്കെ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ജാറിലോട്ട് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇടിഞ്ചക്ക ഉപ്പേരി വെക്കുന്നത് കുക്കറിലാണ്. ഈ കുക്കർ ഇപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ടേസ്റ്റൊക്കെ വരുള്ളൂ. ഇനി ഇതിലോട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം കേട്ടോ. അപ്പം ഇത് കടുക് പൊട്ടി വരുന്ന സമയത്താണ് നമ്മൾ ഇത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആ ചതച്ച് വെച്ചതില്ലേ അത് നല്ലതുപോലെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി വഴന്ന് വരണം കേട്ടോ. അപ്പം ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ചധികം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ ഉപ്പ് കേട്ടോ. നമ്മൾ ഇതിൽ തന്നെയാണ് നമ്മളുടെ ചക്കയും വേവിച്ചെടുക്കുന്നത്. നമുക്ക് ഇടിഞ്ചക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം കേട്ടോ. ഇതിലോട്ടിടാൻ പറ്റുന്നത് ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു വിസിൽ അടിച്ച് മൂട്ടി വെച്ചിട്ട് ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതേ കുക്കറിൽ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നല്ലതുപോലെ വെന്ത റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചൂടാക്കിയിട്ട് ആ വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ഈ പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. നമ്മളുടെ ഇടിഞ്ചക്ക ഉപ്പേരി വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെളുത്തുള്ളി ഇടുമ്പോൾ 2 ഇതളയും ഇട്ടാൽ മതി. കൂടുതലാവുകയാണെങ്കിൽ വെളുത്തിൻ്റെ ചോയ നല്ലതായിട്ട് അങ്ങനെ കുത്തും. പിന്നെ നമുക്കിത് ടേസ്റ്റ് ചെയ്താൽ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം. ബൈ.